أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إن الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. قال النبي صلى الله عليه وسلم: يؤتى بجهنم يومئذ لها 70,000 زمام مع كل زمام 70,000 ملكا. നീ ഭൗതികത്തിൽ ആണ്ടുപൂണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധ്യവും ഇല്ലയോ? കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, ഒഴുകുന്നതാണ് തോടുപോൽ കണ്ണീരുകൾ. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. 42 ഘനം മുഴം തൊലിക്കുള്ളതാ, അണപ്പല്ല് ജബലുഹുദോട് സാമ്യവും ഉള്ളതാ. ഇതിൽ ചെന്ന് വീഴാതാകണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ദയ്യാനേ. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ സമയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു സമ്പത്താണ്. പക്ഷെ അധികം ആളുകളും ജീവിതത്തിലുടനീളം അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ: നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്സഹത്തു വൽ ഫറാഗ്. അധികം ആളുകളും അവഗണിച്ചു കളയുന്ന 2 നിഅമത്താണ്. ഒന്ന് ആരോഗ്യം, മറ്റൊന്ന് ഒഴിവ് സമയം. അപ്പൊ ആരോഗ്യവും ഒഴിവ് സമയവും നഷ്ടപ്പെടുത്തിയാൽ അത്, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചു ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സമയത്തിന്റെ വില നമുക്ക് ചിലപ്പോ നല്ല ആരോഗ്യവും തെന്നിപ്പും കാണിച്ച് നടക്കുന്ന സമയങ്ങളിൽ ഓർമ്മയുണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോ അതിന്റെ സമയത്തിന്റെ വില ഓർമ്മപ്പെടുത്തിയാൽ അത് ചിലപ്പോ ഉൾക്കൊള്ളാനും ചിലപ്പോ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ആ സമയത്തിന്റെ വില ബോധ്യപ്പെടുന്ന ഒരു നിർണായകമായ സൂചി മുനമ്പാണ് റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് യാത്ര പോകുന്ന സമയം. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 26 മുതൽ 30 വരെയുള്ള ആയത്തിൽ അല്ലാഹ് ആ കാര്യം പറഞ്ഞു. എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് സകല ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട്
ശാശ്വതമായ പാരത്രിക ലോകത്തേക്കുള്ള യാത്രയാണത്. ആ സമയത്ത് ചില മനുഷ്യന്മാർ അല്ലാഹുവിനോട് സമയം നീട്ടി ചോദിക്കും. ചില ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഭൂമിയിലേക്ക് ഒന്നുകൂടെ എന്നെ മടക്കണേ എന്ന് കേണപേക്ഷിക്കും. വ്യത്യസ്ത സൂറത്തുകളിലൂടെ നാം അതെല്ലാം പാരായണം ചെയ്തവരാണ്, അർത്ഥം കേട്ടവരാണ്, അത് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നരകം എത്ര ഭയാനകരം എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരല്പനേരം ഇൻഷാ അല്ലാഹ് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഏകദേശം 2100ഓളം ആയത്തുകൾ ഖുർആനിലും അനവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളായും കടന്നു വന്നിട്ടുള്ളൊരു വിഷയമാണ് പരലോക വിഷയം. ആ പരലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നരകം. കാരണം നരകം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ശിക്ഷയിൽ നിന്ന് ലഭിക്കുന്ന വേദന പോലെയുള്ള വേദനകളോ ശിക്ഷയോ അല്ല, മറിച്ച് മുറിഞ്ഞു പോകാത്ത ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് തന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തി സുഖലോൽപതയുടെ പറുദീസയായ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് 3-ാം അധ്യായം സൂറത്തു ആല ഇമ്രാനിന്റെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ കത്തിജ്വലിക്കുന്ന വേദനാജനകമായ നരകത്തിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്തി ഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഫഖദ് ഫാസ്, അവരാകുന്നു വിജയിച്ചവർ. അപ്പൊ വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദുനിയാവിൽ വലിയ ഒരു വീടും അങ്ങാടിയിൽ വലിയ ഒരു ടൗൺഷിപ്പും ഏക്കറക്കണക്കിന് ഭൂമിയും ലക്ഷറി വാഹനങ്ങളും വിഭവസമൃദ്ധമായ ആർഭാടതുല്യമായ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായി ആഹ്ലാദിച്ച് ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് ചില ആളുകൾ പറയാ രക്ഷപ്പെട്ട ആൾക്കാരാണ്, കഴിച്ചിലായ ആൾക്കാരാണ്. ഇസ്ലാം, ഖുർആൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്ന അളവുകോൽ ദുനിയാവിൽ ഈ പരദീസുകളുമായി മുന്നോട്ട് പോകുന്നവരല്ല രക്ഷപ്പെട്ടവർ. അതിനെക്കുറിച്ച് അതേ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു അവസാനിപ്പിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതഅൽ ഉറൂർ. അത് മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന വിഭവം മാത്രമാണ്, ഒരിക്കലും അത് ശാശ്വതമല്ല. അതുകൊണ്ട് അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് നരകത്തിൽ രക്ഷപ്പെടുക, സ്വർഗത്തിൽ കിടക്കുക. എന്താണ് നരകം, എന്താണ് സ്വർഗം, അത് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം. അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള സ്വഹാബത്തിന്റെ അസറുകൾ കേൾക്കണം. അതിനെക്കുറിച്ച് കേട്ട് സ്വഹാബത്തിന്റെ ഹൃദയം വിതുമ്പിയ ചരിത്രങ്ങൾ അയവറക്കണം. അപ്പോഴാണ് ആ നരകത്തിൽ രക്ഷപ്പെടാനും ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാവുക, സന്നദ്ധത ഉണ്ടാവുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിൽ ഇരുന്നു കൊണ്ട് കരയാറുണ്ട് ധാരാളം സമയം. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് അബ്ദുറഹ്മാൻ നീ കരയുന്നത്? അദ്ദേഹം തലയുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യം കൈഫ നഫറഹു, എങ്ങനെയാണ് റസൂലേ നമ്മളൊന്ന് ആഹ്ലാദിക്കുക, എങ്ങനെയാണ് നമ്മളൊന്ന് ഡിസോർഡറായി ജീവിക്കുക? അൽ മൗതു അമാമനാ വൽ ഖബറു വറാഅനാ അൽ ഖിയാമത്തു മൗഇദുനാ. നമുക്ക് മുമ്പിൽ ഒരു മരണമുണ്ട്, പിന്നിലൊരു ഖബർ ജീവിതമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറയുണ്ട്. അപ്പൊ ഈ 3 കടമ്പകൾ താണ്ടാതെ ഒരു മഖ്ലൂക്കിനും രക്ഷപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസത്തെ ഓർത്തുകൊണ്ട് അതിന്റെ ഭയാനകതകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കരളിന്റെ കഷ്ടമെന്ന് പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നീ ചോദിച്ചോളൂ ദുനിയാവിൽ നിന്ന്
പാപ്പാന്റെ കഴിവിൽപ്പെട്ടത്. ഞാൻ ഉള്ളത് ഒപ്പിച്ചു തരാം. പക്ഷേ അൻഖദീ നഫ്സക മിനന്നാർ, നീ നിന്റെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ലാ ഉഗ്നിയൻക മിനല്ലാഹി ശൈആ, ഒരിക്കലും ആ മഹ്ശറിൽ വെച്ച് ബാപ്പാന്റെ മോളിൽ എന്ന കെയർ ഓഫിൽ എനിക്ക് എന്നെ കഴിച്ചിലാക്കാൻ പറ്റൂല. ഇത് ആരോടാ പറയണത്? അള്ളാഹുവിന്റെ മഹ്ശറ വൻസഭയിൽ ആദ്യമായി നരകത്തിനു മുകളിൽ പാകിയ സിറാത്ത് എന്ന പാലത്തിലൂടെ അങ്ങോട്ട് രക്ഷപ്പെട്ട് ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളുടെ മുമ്പിലും ആ റസൂലിനെ സ്വീകരിക്കാൻ മലക്കുകൾ കാത്തുനിന്ന് ആ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ കവാടത്തിന്റെ ചാവി കയ്യിൽ വാങ്ങി ആദ്യമായി സ്വർഗം തുറക്കുന്ന സയ്യിദുന ഹബീബുന അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് റസൂലുള്ളാഹി സ്വന്തം മോളോട് പറയുന്നത്. പക്ഷെ നമ്മളെ നാട്ടിലെ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളും സമസ്ത മുസ്ലിയാക്കന്മാരും സൂഫികളും ഷിയാക്കളൊക്കെ വിചാരിച്ചിട്ടുള്ള എന്താ അറിയുങ്ങള്, അങ്ങനെ ഒരു അധികാരമൊന്നുമില്ലാത്ത ലോകമല്ല മഹ്ശറ. മറിച്ച് അവിടെ ഞങ്ങളുടെ മശായിഖന്മാർക്ക്, ഞങ്ങളുടെ ശൈഖന്മാർക്ക്, ഞങ്ങളുടെ ആരിഫീങ്ങൾക്ക്, സയ്യിദന്മാർക്കൊക്കെ പ്രത്യേക പവറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിഞ്ഞ് കുറച്ചൊക്കെ പള്ളി പൈസ കെട്ടാലും എത്തിമക്കളെ പറ്റിച്ചാലും നിങ്ങളൊക്കെ ഇഞ്ഞ് കുറച്ച് അറാമായ കച്ചവടം ചെയ്താലൊന്നും ബേജാറാകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഴ്ചക്കൊരു കുത്തുബിയത്തും എനക്കൊന്നൊരു മൗലീദും മഹാത്മാക്കളെ പേരിൽ ഒരു നേർച്ചയും ഖബർ സിയാറത്തൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എന്താ? എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലി എന്നോവർ. ഇതാണ് ഓവറായ വർത്താനം. എന്നെ കൂട്ടുപിടിച്ചാൽ ഞാനാണ് കാവലിന. ആര്? മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം മുത്തിന് കഴിയാത്ത മുത്താറിക്ക് കഴിയോ? മുത്തായ റസൂലിന്റെ സ്വന്തം മോളോട് പറഞ്ഞെന്താ, എനിക്ക് കാക്കാൻ കഴിയൂല മോളെ എന്നാ. പിന്നെ ആ ബാധ പിൻപറ്റുന്ന വഹീദി ഷേഖ് അള്ളാനെ ഭയപ്പെടുന്ന ഒരു വലിയ അങ്ങനെ പറയോ? പറയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാത്ത കെട്ടിണ്ടാക്കിയ കള്ളക്കഥയാണത് അല്ലേ? എന്റെ മുരീദാരും നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദന്മാരുടെ ഒറ്റ നരകത്തിലില്ലാന്ന് നരകത്തിനെ കാക്കുന്ന ഖാസിനു ജഹന്നം മലക്ക് മാലിക് അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. അത്രേ എന്ത്? നിങ്ങളെ ഒറ്റ മെമ്പർമാർ നരകത്തിലില്ല. അപ്പൊ മൂപ്പരെ കൂട്ടുപിടിച്ചാല് ഖബറിന് ചോദ്യമല്ല, മഹ്ശറിയിലും വിചാരിക്കണ്ട, ഹിസാബ് എളുപ്പമാണ്. കാരണം എന്താ? ഖബറിലെ ചോദ്യവും മഹ്ശറിലെ ചോദ്യം ഒക്കെ എളുപ്പമാണ്. പിന്നെ ആകെയുള്ള എന്താ? നരകത്ത് പോകുന്ന ഒറ്റ മെമ്പർമാർ നരകത്തിലില്ലാന്നാ. അപ്പൊ ഞാൻ അറാഫിരിജാൽ എന്ന ആ കൺതറയിൽ കൊണ്ടുപോയിടുവോ? അതില്ല, സ്വർഗത്തിൽ തന്നെ എന്നാണ് പിന്നെയും പറയുന്നത്. കൺകൂടാവറ്റത്തിൽ എന്റെ മുരീദുകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ലാഹ് പറഞ്ഞോവർ. തുറന്ന ജീപ്പിൽ ഇങ്ങനെ സ്ഥാനാർത്ഥികള് അല്ലേ, അനുയായികൾ ഇങ്ങനെ കയ്യൊക്കെ കാട്ടി പോണ മാതിരി മൊയ്തീൻ ഷേഖ് ഇങ്ങനെ മഹ്ശറിൽ തുറന്ന ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോ മൂപ്പരെ പിന്നാലെ പടപടയിട്ട് തെരീക്കത്തുകാരും മശായിഖന്മാരും മൗലിയന്മാരും അനുയായികളൊക്കെ അങ്ങ് പോകും. ഈ പാവപ്പെട്ട സമസ്തക്കാരെ പരലോക വിശ്വാസം എങ്ങനെ കൂട്ടരെ? ഞാൻ തമാശ അറിഞ്ഞല്ല. ഐറ്റങ്ങൾ ഈ പാതിരാവായതും ഈ മൗലിയന്മാരെ കള്ളക്കഥയും കേട്ടിട്ട് വിശ്വസിക്കുന്ന എന്താ നിങ്ങള്? ഈ വഹാബിയാളമാതിരി 5 നേരം അങ്ങനെ പള്ളിയിൽ നിന്ന് കൃത്യമായിട്ട് നിസ്കരിച്ച് ഇസ്ലാമിക വേഷം ധരിച്ച് ഹക്കും ബാത്തിലും നോക്കി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചുളിവിൽ കഴിച്ചിലാകാനുള്ള മാർഗമാണ് എല്ലാവരും നോക്കല്. അതുകൊണ്ട് തന്നെ അവിടെ അല്ലാഹു തആല ഈ മശായിഖന്മാർക്ക് കൊടുത്ത പവറിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കാണ് കഴിച്ചിലാവും. പിന്നെ ആകെ ആരുണ്ടാകല്? ഈ കുറച്ച് വഹാബികള്. വഹാബികളെ അല്ലാഹു തആല അങ്ങനെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് മദ്ഹബുണ്ടോ? ഇല്ല. ത്വരീഖത്തുണ്ടോ? ഇല്ല. നിങ്ങള് ഖുതുബിയത്തും മൗലിദ് റാത്തീബും മഹാത്മാക്കൾ തൃപ്തിപ്പെടുന്ന വല്ല പരിപാടി ഉണ്ടാവും ചോദിച്ചാൽ എന്നാ ഒക്കെ പോയി നരകത്തേക്ക് കഴിയും ചെയ്തു. ഇതാണ് പരലോകത്തെ ആകെ തുക വിചാരണ എന്നാണ്. അല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നു, വല്ലാഹി മാ അദ്രി, അല്ലാഹുവാണ് എനിക്കറിയില്ല. വല്ലാഹി മാ അദ്രി, റബ്ബാണ് എനിക്കറിയില്ല. വല്ലാഹി മാ അദ്രി, അല്ലാഹനെ തന്നെയാണ് എനിക്കറിയില്ല. മാ യുഫ്അലു ബി വലാ ബികും, നാളെ മഹ്ശറിൽ വെച്ച് പടച്ചോൻ എന്നെ കൊണ്ട് ഇന്നെ എന്താ കാട്ടുക? ഇതൊരു ക്യാമറയുടെ മുമ്പിൽ ഒരു സിനിമ നടനോ സീരിയലോ നടനോ പറയുന്ന ചപ്പടാച്ചി വർത്താനല്ല. അങ്ങനെ നുണറിയാൻ വന്ന ആളല്ല ഹബീബ്. ഹക്കായി പറഞ്ഞതാണ്. നാളെ അള്ളാഹു എന്നെ കൊണ്ടെന്ത് ചെയ്യും? അതാണ് മഹ്ശറ അല്ലേ? നിങ്ങൾ കേട്ടില്ലേ? വയതില്
യൗമ യദ്ഉ ആദമു വഅംബിയ നഫ്സി 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 നഫ്സിയ വയൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. അമ്പിയാക്കന്മാര് പോലും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് ഓടുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ സകല പ്രവാചകന്മാരും ഞങ്ങളെ ഒന്ന് ഇജാനത്ത് ചെയ്യാൻ, അള്ളാഹിനോടൊന്ന് ശുപാർശ ചെയ്യണമെന്ന് പറയുമ്പോൾ അള്ളാഹു തആലയുടെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട അബുൽ ബഷർ ആദം അലൈഹി ഇസ്ലാം ഒഴിഞ്ഞു മാറും. സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാം ഒഴിഞ്ഞു മാറും. കരീമുല്ലാഹി മൂസാ റസൂൽ സലാം അലൈഹി ഒഴിഞ്ഞു മാറും. റൂഹുല്ലാഹി ഈസാ അലൈഹി ഇസ്ലാം ഒഴിഞ്ഞു മാറും. ഖലീലുർ റഹ്മാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വരെ ഒഴിഞ്ഞു മാറും. ആ ദൗത്യം ഏറ്റെടുക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആലോചിച്ച് നോക്കി നിങ്ങള്, ആ മഹ്ശറ ഏതാണ്? അതുകൊണ്ട് തന്നെ ആശ്വാസ വചനങ്ങൾ കൊണ്ടൊരിക്കലും നമ്മൾ ഓട്ടയടക്കരുത്. ആശ്വാസ വചനം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനറിയാലോ എന്റെ വിഷയം, എന്റെ ചുറ്റുപാട്. അള്ള എന്തായാലും ഇല്ല അങ്ങനെ ആക്കൂല, അള്ള എന്തായാലും ഇല്ല അങ്ങനെ നരകത്ത് കിടൂല, ഞാനൊക്കെ എന്തായാലും കഴിച്ചിലാവും. ലളിതമായ ചിന്തകളും ആശ്വാസ വചനങ്ങളും കൊണ്ട് ഓട്ടയടക്കാനുള്ളതല്ല നരകം സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത വന്നാർ, അല്ലാഹു തആല നരകത്തെയും സ്വർഗത്തെയും സൃഷ്ടിച്ചു. അവൻ നരകം സ്വർഗം എന്ന് പറഞ്ഞാൽ വിചാരണയൊക്കെ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് നടക്കുന്ന കാലത്ത് അങ്ങനെ മലക്കുകളെ കൊണ്ട് അള്ളാഹു നിർമ്മിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് മുൻകൂട്ടി അള്ളാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് നരകവും സ്വർഗവും എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽപ്പെട്ടതാണ്. നമുക്ക് ഇസ്ലാമിൽ ഒരുപാട് അഖീദ ഉണ്ട്, അഖീദ നിഷേധിക്കാൻ പാടില്ല. അഖീദയിൽപ്പെട്ടതാണ് ഉഇദ്ദത്തുൽ കാഫിരീൻ ഉഇദ്ദത്തുൽ മുത്തഖീൻ. രണ്ടും അല്ലാഹു പറഞ്ഞു. ഉഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിഞ്ഞു വെച്ചു എന്നാണ്, നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു എന്നാണ്. അപ്പൊ കാഫിരിങ്ങൾക്ക് നരകവും മുഅ്മിനീങ്ങൾക്ക് സ്വർഗവും അല്ലാഹു നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആല സൃഷ്ടിച്ച സ്വർഗവും നരകവും കാണാൻ ആദ്യമായി ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ സൃഷ്ടി പോവുകയാണ്. അതാരാ? റഈസുൽ അംലാഖ് മലക്ക് റൂഹുൽ ഖുദ്സ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല പറഞ്ഞു, ഇദ്ഹബ്, നീ പോ, വൻദുർ ഇലാ മാ അദ്ദല്ലാഹ്, ഞാൻ എന്റെ അടിമകൾക്ക് മുഅ്മിനീങ്ങളായ വിശ്വാസികൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിലെ സൗകര്യം നീ കണ്ട് തിരിച്ചു വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം പോയത് സ്വർഗത്തിക്കാണ്. സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ച സകലോത്ഭവമായ ആ സൗന്ദര്യം, അതിന്റെ ചൊറുക്കും അതിന്റെ വസ്തുവകകളും കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്തം വിട്ടുപോയി. അത്ര വലിയൊരു സ്വർഗമാണല്ലോ പടച്ചോനെ ഉണ്ടാക്കി വെച്ചത്, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. അപ്പൊ അള്ളാഹ് ചോദിച്ച എന്താണ് അഭിപ്രായം? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബേ, ഈ സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാളും ഇത് ആഗ്രഹിക്കാതിരിക്കുകയില്ല. അത്രയും വലിയ സുഖ സൗകര്യങ്ങളാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോ അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി റഅയ്തു കസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൊരു കമനീയമായ കൊട്ടാരം കണ്ടു. അത് നിർമ്മിച്ചിട്ടുള്ളത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ കൊണ്ടാണ്. അതിന്റെ അകത്തും പുറത്തുമായി അതിന്റെ ഭംഗി കണ്ടിട്ട് ഹബീബ് പറയാണ്, വലൻതു അന്നഹു ലി, അത് എന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. സഹാബത്ത് ഇങ്ങനെ കേട്ട് ആകെ ക്ലൈമാക്സ് ആയി പോയി. കാരണം എന്താ, ഇത് ആരുതാണ് ഇപ്പൊ വരാ? സഹാബികൾ ഇങ്ങനെ കാല് കൂർപ്പിച്ചു നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഉമർ ബിൻ ഖത്താബ്, അത് ഉമർ ഖത്താബിന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്. സത്യവിശ്വാസിയുടെ ആത്മാവിനെ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഊരിയെടുത്ത് ഒരു സംഘം മലക്കുകളുടെ അധ്യക്ഷതയിൽ കൊണ്ടുപോകുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ബ്ലാങ്കറ്റിൽ പൊതിയുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഒരു പുടവയിൽ പൊതിയും. മാത്രമല്ല അതിനെ അല്ലാഹു തആലയുടെ മലായികത്തുകൾ ഇല്ലിയൂൻ എന്ന സ്വർഗാവകാശികളുടെ പേരെഴുതുന്ന ചാർട്ടിൽ പേരെഴുതി തിരിച്ച് അതിനെ ഖബറിലേക്ക് ഹിസാബിന് വേണ്ടി കൊടുത്തതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചോദ്യോത്തരൊക്കെ കഴിഞ്ഞ് വിജയിച്ച വിശ്വാസിയോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിളിച്ചു പറയുന്നതിന് മലക്ക് പറയും, എന്ത്? അൻ സദക അബ്ദീ, മലക്കുകളെ, അള്ളാന്റെ ഈ അടിമ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുള്ളവൻ സത്യസന്ധനാണ്. അതുകൊണ്ട് ഫഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗത്തിലെ ഒരു വിരിപ്പ് നിങ്ങൾ അവന്റെ ഖബറിൽ വിരിച്ചു കൊടുക്ക്. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിലൊരു കുപ്പായ നിങ്ങൾ അവന് അണിയിച്ചു കൊടുക്ക്.
വഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഖബറിൽ നിന്നൊരു കവാടം തുറന്നിട്ട് കൊടുക്കുക. അവിടെ ഒരു ശരീകരണമുണ്ട്. സ്വർഗത്തിൽ വിശ്വാസിക്ക് ഖബറിൽ വിശ്വാസിയുടെ ആത്മാവിനെ അണിയിച്ചു കൊടുക്കുന്ന വസ്ത്രം ഉണ്ടല്ലോ, ആ വസ്ത്രത്തിന്റെ ഒരു നൂല് അഥവാ ആ ഷർട്ടിന്റെ ഒരു നൂല് നമുക്ക് വില കൊടുത്ത് വാങ്ങണമെങ്കിൽ ഈ ദുനിയാവോ അതിലെ മുഴുവനും പകരമായി കൊടുത്താലും ആ നൂലിന്റെ മൂല്യത്തിലേക്ക് എത്തൂല. സുബ്ഹാനല്ലാഹ്. എന്റെ വിഷയം സ്വർഗത്തിന്റെ സുഖാനുഭൂതികൾ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല. രണ്ടാമത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയത് നരകത്തിലേക്കാണ്. നരകം കണ്ടിട്ടൊന്ന് തിരിച്ചു വാ, അഭിപ്രായം പറയൂ. അദ്ദേഹം നരകത്തിന്റെ ഭയാനകതകൾ കണ്ട് അത് അള്ളാഹ് ഒരുക്കി വെച്ച ശിക്ഷാ സംരംഭങ്ങൾ കണ്ടുകൊണ്ട് തിരിച്ചു വന്ന അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ്, നിന്റെ അടിമകൾക്ക് വേണ്ടി ഈ നരകമാണ് നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ നിന്റെ പ്രതാപത്തിൽ തൊട്ട് സത്യം ചെയ്തു പറയുന്നു, ഈ നരകത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരു പടപ്പും ഇത് കൊതിക്കൂല, ഇത് ആഗ്രഹിക്കൂല. അതാണ് നരകം. അതുകൊണ്ട് ആശ്വാസവചനം ഉണ്ടല്ലോ, അങ്ങനെ ആക്കാം, ഇങ്ങനെ ആവും, കഴിച്ചിലാവും, എന്തായാലും രക്ഷപ്പെടും. അല്ല, ഒരിക്കലുമല്ല. മറിച്ച് നാം റബ്ബിനോട് ദുആ ചെയ്യണം. വിശ്വാസിയുടെ ദുആയായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്നിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ 3-ാമത്തെ ആയ സൂറത്ത് ആലി ഇമ്രാനിന്റെ 192-ാമത്തെ ആയത്തിൽ. എന്താ? റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് ഹസൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ, നീ ഒരുത്തനെ നരകത്തിലേക്ക് ഉന്തിയിട്ടാൽ, അങ്ങനെ തന്നെ ഇതിന് മലയാളം പറയണ്ടേ, അല്ലാഹു തആല നരകത്തിലേക്ക് ഒരുത്തനെ ഉന്തിട്ടാൽ ഫഖദ് ഹസൈതഹു, ഓനെ അല്ലാഹു അപമാനിച്ചു. ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടില് നമ്മളെ ഏതെങ്കിലും കള്ളക്കേസിൽ പിടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനതയിൽ പിടിക്കപ്പെട്ട് പരിസരത്ത് പത്രത്തിൽ വരലോ അല്ല. അതൊക്കെ മരിക്കുന്നോട് കൂടി അതാണ് കഴിഞ്ഞു പോകും. ഇനി മരിച്ചാലും നമ്മളെ പർച്ചേസ് ചെയ്തിരുന്നാലോ നമ്മളത് അറിയുന്നുണ്ടോ? ഇല്ല. പക്ഷേ മരണമില്ലാത്ത ലോകമാണ് മഹ്ശറ, പരലോകം. അവിടെ നമ്മൾ മാനം കെട്ടാൽ അതിനേക്കാളും വലിയ മാനക്കേട് പിന്നെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സാറ അഹ്ലിൽ ജന്നത്തി ഇലൽ ജന്ന വ അഹ്ലിൻ നാരി ഇലൻ നാർ. ഹിസാബ് കഴിഞ്ഞ് സ്വർഗക്കാരെ സ്വർഗത്തിലേക്കും നരകത്തിന്റെ അഹലുകാരെ നരകത്തിലേക്കും വേർതിരിച്ചു കഴിഞ്ഞാൽ ജിഅബിൽ മൗത്ത്, മരണത്തെ കൊണ്ടുവരും. എങ്ങനെ? മരണത്തിനാണ് കൊണ്ടുവരുന്ന. ബുഖാരി ഉദ്ധരിച്ച ഹദീസ ഒരു കൊറ്റനാടിന്റെ രൂപത്തിലാണ് കൊണ്ടുവരാന്ന. നല്ലൊരു കൊറ്റനാട്, നമ്മ മൂസാട് എന്നൊക്കെ പറയില്ലേ, പണ്ട് ഏർവാടിക്കൊക്കെ സഞ്ചി നോക്കിയിരുന്ന ആളുകള്, അതാണ് നല്ല മുടുക്കുള്ള കൊറ്റനാട്. അപ്പൊ ഏതോ ഒരു നല്ല മുടുക്കുള്ള ഒരു കൊറ്റനാടിന്റെ രൂപത്തിൽ അള്ളാഹുവിന്റെ മലക്കുകൾ മരണത്തിന് കൊണ്ടുവരും. അപ്പോൾ ആ മരണം എന്ന അള്ളാഹിന്റെ സൃഷ്ടിയെ നമ്മൾ തന്നെ കാണുക. അതുവരെ മരണം എന്ന അള്ളാഹിന്റെ സൃഷ്ടി നമ്മൾ കണ്ടുകണോ? ഇല്ല. മരിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അയാൾ മരിച്ചു പോവുകയാണെന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ മരണം എന്നത് റബ്ബിന്റെ സൃഷ്ടിയാ, സ്വർഗം അല്ലാന്റെ സൃഷ്ടിയാ, കുടുംബബന്ധം അല്ലാന്റെ സൃഷ്ടിയാണ്, ഒക്കെ അല്ലാന്റെ സൃഷ്ടികളാണ്. അതിനൊക്കെ സംസാരശേഷിയുണ്ട്, കേൾവിയുണ്ട്, അവർക്കൊക്കെ പ്രതികരണങ്ങളുണ്ട്. ആ, നിങ്ങൾ കേട്ടില്ലേ? അർ-റഹിമു മുഅല്ലഖത്തുൻ ബിൽ അർശ്. അർ-റഹിമു കുടുംബബന്ധം, മുഅല്ലഖത്ത് ഒട്ടിച്ചേർന്നിരിക്കുന്നു, ബിൽ അർശ് അല്ലാഹുവിന്റെ അർശുമായി. തഖൂൽ കുടുംബബന്ധം അല്ലാഹുവിനോട് പറയാണ്, വസലനി വസലല്ലാഹ് ഖതഅനി ഖതഅല്ലാഹ്. കുടുംബബന്ധം അല്ലാഹുവിനോട് പറഞ്ഞു എന്നാ, പറച്ചോനെ ഞാനുമായി ബന്ധം ചേർക്കുന്നവരോട് ഇജ്ജ് ബന്ധം ചേരണം, ഞാനുമായി ബന്ധം മുറിക്കുന്നവരോട് ഇജ്ജ് ബന്ധം മുറിക്കണം. അതുകൊണ്ടാണല്ലോ പിന്നെ റസൂലുള്ളാഹി പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മീൻ, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. അപ്പോ ശുദ്ധിയാക്കുക, കൽബ് ശുദ്ധിയാക്കുക. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹിന്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് ദേഹേച്ഛയെ ആരാണോ സംസ്കരിക്കുന്നത് അവർക്കുള്ളതാണ് ഉന്നതമായ സ്വർഗം. വഅമ്മാ മൻ തഗാ വആഥറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. ആരാണോ ഈ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങൾ മറ്റു എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അങ്ങനെ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോണത് അവർക്കുള്ളതാണ് കത്തിച്ചെടുക്കുന്ന നരകം. അപ്പൊ അതുകൊണ്ട് തന്നെ
കൊറ്റനാന്റെ രൂപത്തിൽ മരണത്തെ വലിച്ചു കൊണ്ടുവരും എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് ഹത്താ യജ്അലു ബൈനൽ ജന്നത്തി വന്നാരി സുമ്മ യദ്ബഹു, സ്വർഗത്തിനെ നരകത്തിനെ മധ്യത്തിൽ നിർത്തിയിട്ട് നമ്മള് ആടിനെ അറക്കണമായി തന്നെ അള്ള മലക്കളോട് പറയുന്ന അർത്താളി മരണത്തിന് അതിനാണ്ട് അറക്കും ബിസ്മിൻ ചൊല്ലി. അതോടുകൂടി മരണത്തിന് അറുത്തു കഴിഞ്ഞു. പിന്നെ ഇനി മരണം ഉണ്ടോ? ഇല്ല. യുനാദി മുനാദി വിളിച്ചു പറയാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്നത്തി ലാ മൗത്ത്, സ്വർഗത്തിന്റെ അഖിലുകാരെ നിങ്ങൾക്കിനി മരണമില്ല. യാ അഹ്ലൻ നാരി ലാ മൗത്ത്, നരകത്തിന്റെ അഖിലുകാരെ നിങ്ങൾക്കും മരണമില്ല. വയസ്താദു അഹ്ലിൽ ജന്നത്തി ഫർഹൻ ഇലാ ഫർഹാ വയസ്താദു അഹ്ലിൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നാ. സ്വർഗാവകാശികൾ ഈ ആഹ്വാനം കേട്ടുകൊണ്ട് തുള്ളിച്ചാടും. കാരണം എന്താ? ഇനി മരണമല്ല. നരകാവകാശികൾ ഇത് കേട്ടുകൊണ്ട് അവര് കരഞ്ഞ് അവര് നിലവിളിക്കുന്നതാണ്. കാരണം എന്താ? ഇനി മരണമില്ലാത്തവർക്കാ പോണത്. അതുകൊണ്ട് സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പരിശ്രമിക്കാതെ കിട്ടൂല. എന്നാൽ അത് പരിശ്രമിച്ചതിന്റെ പ്രതിഫലമായിട്ട് മാത്രമാണോ തരുന്നത്? അല്ല. എനിക്ക് പഠിച്ചവനെ എന്റെ മാനേജ്മെന്റ് കോട്ടയും വേണ്ട, ആനുകൂല്യം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ചെയ്ത ഇബാദത്തിന്റെ കൂലി മാത്രം തന്നാളാന്ന് പറഞ്ഞ് മത്സരിൽ ഒരുത്തൽ അള്ളഹാനോട് കണക്ക് പറഞ്ഞാൽ ഒരു 50 പൈസന്റെ വട്ടം സ്വർഗത്ത് കിട്ടൂല. കിട്ടുമോ? ഇല്ല. അപ്പൊ അല്ലാഹു തആല സ്വർഗം നൽകുന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ പ്രതിഫലമായിട്ട് മാത്രമല്ല, മറിച്ച് അവന്റെ റിള കൊണ്ടാണ്. ഇല്ല അയ്യതഅമ്മദനി അല്ലാഹ്, അല്ലാഹ് അവന്റെ റിള കൊണ്ട് തന്നെ പരിഗണിച്ചാലല്ലാതെ ഞാൻ പോലും രക്ഷപ്പെടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ നമ്മള് ആ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. ആ കൊത്തിജ്വലിക്കുന്ന നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യണേ. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന ആയത്ത് നമ്മൾ മനപ്പാടാക്കിയ കേട്ട് കേട്ട് തഴമ്പിച്ച ഒരു ആയത്താണെന്ത്? സൂറത്ത് തഹ്രീമിന്റെ 6-ാമത്തെ ആയത്ത് അല്ലെ? 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിന്റെ ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ കാക്കണം, വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം. എവിടുന്ന്? നരകത്തിൽ നിന്ന്. വഖൂദുഹ അന്നാസ് വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന വിറക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ നെയ്ക്കട്ടിയുള്ള പച്ചയായ ശരീരമാണ്. ആ ശരീരം തന്നെ കത്തിയാലും ദ്രവിച്ചു പോകാത്ത പ്രത്യേക പഴുപ്പിച്ച വിഗ്രഹങ്ങളും അതുപോലെ തന്നെയുള്ള കല്ലുകളുമൊക്കെയാണ്. ആ കല്ലുകളൊക്കെ ചുട്ട് പഴുപ്പിച്ചിട്ട് അതിലേക്ക് ഈ വിറക് മാതിരി അണ്ടിട്ട് കത്തിക്കുകയും ചെയ്യും. അവിടെ നിങ്ങള് സ്വന്തം തടി മാത്രം പോരാ, നിങ്ങൾ കുടുംബസമേതം രക്ഷപ്പെടണം എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സയ്യിദ് ഉലുദി ആദമാണ്. ആദം സന്തതികളുടെ മൊത്തം നേതാവാണ് ഇവിടെ ഖിയാമത്ത് നാളില്. അതിന്റെ ഒരു ബേജാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. പിന്നെ അവസാനത്തെ പ്രവാചകനായതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകനുമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഒരു സ്വഹാബി ഓതിയത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട് അല്ലേ? ആയത്തിന്റെ തുടക്കം എനിക്ക് ഓർമ്മ കിട്ടണില്ല, ഓർമ്മയുള്ളവരുണ്ടെന്ന് പറഞ്ഞാൽ മതി. വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. അതായത് എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളെ കൊണ്ടുവന്ന് ആ പ്രവാചകന്മാരെ ആ അനുയായികൾക്ക് വേണ്ടി സാക്ഷിയായി കൊണ്ടുവരും. അതാണ് അതിന്റെ തുടക്കം. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും അതാത് സമൂഹത്തിന്റെ സാക്ഷികളായി കൊണ്ടുവരുമ്പോൾ മുഹമ്മദ് നബിയെ ഈ സമൂഹത്തിന്റെ സാക്ഷിയായി താങ്കളെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ എന്നാണ്. ഈ ആയത്ത് ഓതി അവസാനിച്ച് സ്വഹാബി പറയാ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന്
താടി രോമങ്ങൾ നനയുമാറ് കണ്ണുനീരിങ്ങനെ ഒലിച്ചു പോവുകയാണ്. മുഴുവൻ ബാധ്യതയും തീർത്ത് അള്ളാഹുവിലേക്ക് പോയി എന്ന് അല്ല പറഞ്ഞു. സഹാബത്ത് ഏകസ്വരത്തിൽ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, നിങ്ങൾ മുഴുവനും തന്നിട്ടാ പോയത് നബിയെ. എന്നിട്ടും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ വെച്ചുകൊണ്ട് അള്ളാഹു എന്നെ വിചാരണ ചെയ്യുമ്പോൾ അത് ആലോചിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാണ്. അതുകൊണ്ട് മഹ്ശറിലെ വിചാരണ, അവിടെയുള്ള സിറാത്ത് പാലം കടക്കൽ, ഇതൊക്കെ നമ്മൾ കരയിപ്പിക്കണം മുഅ്മിനീങ്ങളെ. കാരണം ഒരു കുടുംബത്തിന്റെ സയ്യിദാണ്, ഒരു നേതാവാണ് ആര്? ആ കുടുംബനാഥൻ. ആ വീടിന്റെ ഒരു രാജാധികാരിയാണ് ആര്? ആ വീട്ടിലെ ഉമ്മ. അപ്പം ബാപ്പയും ഉമ്മയും സന്താനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ, ആ മക്കളോട് നമുക്ക് സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, കരുണയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്തു കൊടുക്കും, ശരിയാണ്. പക്ഷേ അള്ളാഹുവിന്റെ ശരീഅത്തുകൾ പാലിക്കുന്നിടത്ത് വിട്ടുവീഴ്ചയില്ലാതെ അവരെ നിർബന്ധിക്കുവാനും അവരെ കൈപിടിച്ചു കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. റമദാൻ കഴിയാൻ പോവുകയാണല്ലോ. മാതാ ബഅദ റമദാൻ ഒരു ചോദ്യമാണ്. റമദാന് ശേഷം നാം എങ്ങനെ? ഈ ചോദ്യത്തിന് മുമ്പിൽ മുഅ്മിനീങ്ങളെ നമുക്കൊരു ഉത്തരം വേണം. ആ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട് കാര്യം പറയാണ്. റമദാൻ 1 മുതൽ ഏകദേശം ഇനി നാളെയും മറ്റന്നാളും ഒക്കെ നമ്മളെ കൂടെ ആരുണ്ട്? 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള നമ്മളെ മക്കളുണ്ട്. ഉണ്ടോ അല്ലേ? ഉണ്ട്. ആൺകുട്ടികൾ എന്തായാലും ഉണ്ട് അല്ലേ? പല ആളുകളുടെ കൂടെയും മക്കൾ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ശവ്വാലിന്റെ അമ്പളിക്കല കണ്ട് തിരിച്ചുപോയി അന്നത്തെ പെരുന്നാളിന്റെ സുബഹിക്ക് എത്ര മക്കളുണ്ടാവും കൂടെ വാപ്പാരൊപ്പം? എവിടെ നമ്മുടെ സഫുകൾക്കിടയിൽ കണ്ട ചെറുപ്പക്കാരും കുട്ടികളൊക്കെ എന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചേക്കാണ്. കാരണം ഞാൻ അന്ന് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കാണ്, നിങ്ങളോട് ചോദിക്കാണ്, എവിടെ നമ്മളെ കുട്ടികള് മറ്റന്നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ? സബീക്ക് ളുഹറിന് അസറിനൊക്കെ പള്ളിയിൽ വന്നവർ എവിടെ? ഇശായിനും തറാവിനും വന്നവർ എവിടെ? ഉണ്ടാവൂല. എന്താ കാരണം? റസൂലുള്ളാഹി പറഞ്ഞു, അക്സലു സ്വലാത്തു അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഫജ്രി വസ്വലാത്തുൽ ഇശാ. കുറിച്ചിട്ടോളി. മുനാഫിക്കൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 ജമാഅത്ത് നിസ്കാരമാണ്. ഒന്ന് സുബഹി, മറ്റൊന്ന് ഇശാ. ലം യഅലമൂന ഫീഹിമാ അതൗഹുമാ വലൗ ഹബവ. ആ ജമാഅത്തിന് അല്ലാഹ് നൽകുന്ന കൂലി എങ്ങാനും അവരവരെ കണ്ണുകൊണ്ട് കണ്ടിരുന്നെങ്കിൽ അവർ മുട്ടുകാലിൽ എഴിഞ്ഞ് പള്ളിയിലേക്ക് വരുമായിരുന്നു. അവർ 2 ജമാഅത്തിന് സ്ഥിരം പങ്കെടുക്കാത്തവൻ മുനാഫിക്കാണ്. അപ്പൊ റമദാന് ശേഷം ഇനി എത്ര മുനാഫിക്കുകൾ നമ്മളൊക്കെ മഹലിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തിനോട് ചോദിച്ചാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം മുനാഫിക്കിന്റെ സ്ഥാനം എവിടെയാണ്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ അടിത്തട്ടിലാണ്, ഏറ്റവും ചൂടുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ കുടുംബസമേതം നിങ്ങൾ നരകത്തിൽ എന്ത് ചെയ്യണം? രക്ഷപ്പെടണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ നരകത്തിന്റെ വർണ്ണനകൾ അനവധി ആയത്തുകളിലൂടെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കുവാൻ പരിമിതമായ സമയമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നരകത്തിന്റെ ആഴത്തെക്കുറിച്ചും അതിന്റെ അഗാധതയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ കഴിയും. ഒരു ആയത്ത് അല്ലാഹു തആല വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയാണ്. 50-ാം അധ്യായം സൂറത്ത് ഖാഫിന്റെ 30-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, യൗമ തഖൂലു ലിജഹന്നമ ഹലിം തലതി വതഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, നിറഞ്ഞോ? ഹൗസ്ഫുൾ ആയോ? നരകമേ ഹൗസ്ഫുൾ ആയോ? നരകത്ത് പറയാണ് എന്ത്? ഹൽമി മസീദ്, ഹൗസ്ഫുൾ ആയിട്ടില്ല, ഇങ്ങോട്ട് പോന്നോട്ടെ. അന്ന് ആലോചിച്ച് നോക്കി, എത്രയാണ് പൈക്ക് കയറി കൂടിയത്? വലക്കത് ദറഇനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി. അല്ലാഹു പറഞ്ഞു, മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും ഭൂരിപക്ഷം എടുക്കുള്ളതാ നരകത്തേക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിസാബ് പറഞ്ഞപ്പോ പറഞ്ഞു, 1000 ആളുകൾ അല്ലാഹ് സ്വർഗ നരകത്തിലേക്ക് വേർതിരിക്കാൻ വിചാരണ ചെയ്യുമ്പോൾ 1000-ൽ 1 സ്വർഗത്തേക്കും 999 നരകത്തേക്കും കയറും. അതാണ് ശതമാനക്കണക്ക്. എങ്കിൽ ഈ കണ്ട കോടാനുകോടി മനുഷ്യ ജിന്ന് വർഗം നരകത്തിൽ വീണിട്ടും പിന്നെയും നരകം ചോദിക്കുകയാണെന്ത്? സ്ഥലം ബാക്കിയാ പോന്നോട്ടെ. അവസാനം അല്ലാഹു തആല അവന്റെ കദമ കൊണ്ട് നരകത്തിന്റെ മുകളിൽ ഒന്ന് വെറുതെ ചവിട്ടുന്നതാണ്. അത് നമ്മൾ ആക്രി കച്ചവടക്കാരുണ്ടല്ലോ, പാട്ട അലുമിനിയം ചെമ്പൊക്കെ കൊണ്ടുപോകുമ്പോ ഒറ്റ അടി അടിച്ച 4 ഭാഗത്തോട് ചുങ്ങണ്.
അതൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടിയും ചവിട്ടും അത് കദമിന്റെ പവർ. അതാണ് അള്ളാന്റെ കദമ് പറഞ്ഞാൽ എന്താ? അള്ളാഹു അക്ബർ എന്ന് പെരുന്നാൾ നമ്മൾ പറയുന്ന തക്ബീറിന്റെ പവർ എത്രയാണ്? അള്ളാന്റെ അത്ര ശക്തിയുള്ളവനും വലുപ്പമുള്ളവനും ആരോഗ്യമുള്ളവനും ആ മഹത്വമുള്ളവനും എല്ലാ അർത്ഥത്തിലും അള്ളാഹു പറയാണ്. റസൂലുള്ളാഹി പറയാണ്, അള്ളാഹു അവന്റെ കദമിന്റെ ഒരു ചെറിയ ഭാഗം വെറുതെ വെക്കുള്ളൂ, 4 ഭാഗത്തും കൂടി അതിന്റെ വായുഭാഗം മൂടി നരകന് ശ്വാസം മുട്ടിയിട്ട് പറയും മതി ഇഞ്ഞ് പള്ളറിഞ്ഞ മതിയേറി. അപ്പൊ എത്രയാണ് നരകത്തിന്റെ ആഴം? അന്ത്യനാളിൽ നരകത്തെ മഹ്ശറിൽ കൊണ്ടുവരും. ഓരോ കടിഞ്ഞാൺമലും 70,000 മലക്കുകൾ. എത്ര? 70,000 മലക്കുകൾ ഒരു കടിഞ്ഞാണമ്മ. ഒരു ബിരിയാണി ചെമ്പ് 2 കടിഞ്ഞാനുണ്ടാവും, അല്ലെങ്കിൽ 4 കടിഞ്ഞാനുണ്ടാവും. ആ കൊളത്തുമ്മല് ഒരു 4 ആള് കൂടി പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതേപോലെ 70,000 കടിഞ്ഞാണാണ് നരകത്തിന് ചുറ്റുമുള്ളത്. 70,000 കടിഞ്ഞാണ്. ഓരോ കടിഞ്ഞാണുമ്മലും 70,000 മലക്കുകൾ. അപ്പൊ എത്ര കോടി മലക്കുകളായിരിക്കും നരകം വലിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പൊ കണക്കൂട്ടണ്ട. ഇപ്പൊ മൊബൈൽ എടുത്താ ബാക്കിയുള്ള വിഷയമൊക്കെ ആകെ അൽക്കുൽത്താവും. പെരി പോയിട്ട് കണക്കൂട്ടുക ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ഒരു ചലഞ്ച് അതാണ് ഇൻഷാ അല്ലാഹ്. 70,000 കടിഞ്ഞാണ്. എത്ര? 70,000 കടിഞ്ഞാൻ. അന്ത്യനാളിൽ നരകത്തെ കൊണ്ടുവരും. ലഹാ അതിന്മേൽ 70,000 കടിഞ്ഞാൻ. മഅകുല്ലി സിമാമുൻ ഓരോ കുളത്തുമ്മലും 70,000 മലക്കുകൾ. ഒരു മലക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ കപ്പലും അതേമാതിരി വിമാനമൊക്കെ കവറിൽ വീണ് വലിച്ചേറ്റുള്ള ഫയൽമേമാരുണ്ടല്ലോ, ഹൈ പവർ മസിലുള്ള കമ്പവലിക്ക, അതൊന്നല്ല ട്ടാ. ഒരു മലക്കിന്റെ വലുപ്പം തന്നെ നമുക്ക് കണക്കൂട്ടാൻ പറ്റൂല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു പറഞ്ഞത് ഭൂമി മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു ചിറകിൽ വെച്ചാൽ നമ്മൾ ഒരു പന്ത് കയ്യിൽ വെച്ച മാതിരി ഉണ്ടാവുള്ളൂ. ഒരു മലക്ക് അർശ് വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് ഹദീസിൽ കാണാം, ബുഖാരിയിൽ. അള്ളാന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ ഈ ചെവിക്കുന്നി മുതൽ ഈ ഷോൾഡർ വരെ ഒരു പക്ഷി പറക്കുകയാണെങ്കിൽ 700 വർഷം പറക്കാണ്ടാവും. എത്ര? 700 വർഷം പെടുത്ത് ഇങ്ങോട്ട് പറക്കാണ്ടാവും. ഓരോ ഷോൾഡറിന്റെ ചെവിക്കുന്നിന്റെ ഗ്യാപ്പാണത്. അത് നമുക്ക് കേൾക്കുമ്പോ ഇതൊരു ബാലരമയും ഒരു പൂമ്പാറ്റ കഥയുമായി നിങ്ങൾക്ക് തോന്നണ്ട. അപ്പൊ നരകം ഇത്ര ഭയാനകരമാണോ, ഇത്രയും ആളുകളെ ഉൾക്കൊണ്ടാൽ ഇനിയും സ്ഥലം ബാക്കിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഈമാനോ ചിന്തിക്കാൻ പാടില്ല. ഇനി അത് കണക്ക് പഠിച്ച് ശാസ്ത്രവകത്തെ നമ്മൾ ഒരിക്കലും തന്നെ ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താ? നാം ഇന്ന് താമസിക്കുന്ന ഭൂമി സൗരയൂഥത്തിലെ 3ാമത്തെ ഗ്രഹമാണ്, അല്ലേ? ആണോ? അല്ലേ? ആണ്. നാം ഇന്ന് വലയം ചെയ്യുന്ന ഈ ഭൂമി സൂര്യനെയാണ് വലയം ചെയ്യുന്നത്. സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ഭൂമി. ഈ ഭൂമിയുടെ വലുപ്പവും സൂര്യന്റെ വലുപ്പവും ഇന്ന് ശാസ്ത്രം പറയുന്നത് കണക്കൂട്ടിയാൽ മതി. റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോഴല്ലോ വിശ്വാസമുള്ളൂ. ശാസ്ത്രം പറയുന്നു സൂര്യന് മുകളിൽ ഒരു ദ്വാരമുണ്ടാക്കിയിട്ട് ഈ ഭൂമി, നമ്മൾ ഇന്ന് താമസിക്കുന്ന ഭൂമിയെ പോലെയുള്ള 13.5 ലക്ഷം ഭൂമി ഈ സൂര്യനിലേക്ക് ഇട്ടാൽ തന്നെ സ്ഥലം ബാക്കിയാണ്. എത്ര? ഒരു ഭൂമിയല്ല, ഈ ഭൂമിക്ക് തന്നെ എത്രയായി? 1,25,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇങ്ങനത്തെ 13 ഭൂമിയല്ല, 1300 ഭൂമിയല്ല, 13,000 ഭൂമിയല്ല, 13.5 ലക്ഷം ഭൂമി സൂര്യനിൽ കൊണ്ടുപോയിട്ടാൽ മാത്രം സൂര്യനിൽ സ്ഥലം ബാക്കിയാണ്. കാരണം സൂര്യൻ 16 ലക്ഷത്തി ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോ ഈ ആകാശലോകത്ത് മനുഷ്യന് ഇന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഈ ഏറ്റവും അടുത്ത നക്ഷത്രമായ സൂര്യൻ തന്നെ എന്താണ്? ഹൈഡ്രജൻ ഹീലിയമാക്കി കത്തിക്കുന്ന ഒരു വൻ തീഗോളമാണ്. ഹൈഡ്രജൻ ഹീലിയമാക്കി കത്തിക്കുക. ഹൈഡ്രജൻ ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താരോ, ശാസ്ത്രം പഠിച്ച കുട്ടിയൊക്കെ അറിയാലോ. ഒന്ന് സ്വന്തം കത്തുന്ന വാതകമാണ്, മറ്റതോ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അപ്പൊ ഈ ഹീലിയമായി കത്തി അതിങ്ങനെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളം അങ്ങനെ തന്നെയാണ്. H2 ആണ് നമ്മള്, അല്ലേ? വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ ഓക്സിജൻ. ഈ ഓക്സിജനിലേക്ക് ഹൈഡ്രജൻ പാർന്നാൽ ഒന്ന് കത്താൻ തീയാണ്, മറ്റൊരു തീ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. അപ്പൊ ഒരു കത്തുന്ന വസ്തുവിലേക്ക് ഒരു കത്താൻ സഹായിക്കുന്ന വാതകം ഒഴിച്ചാൽ ശരിക്കും എന്താ ഉണ്ടാകേണ്ടത്? തീ. അവിടെ ഉണ്ടാകുന്നതോ വെള്ളം.
അതാണ് അല്ലാഹു തആല ചോദിച്ചത്. അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ ഇങ്ങനെ കുടിച്ചും ഒഴിച്ചും കളയുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിക്കേണ്ടതാണ്. ഇതേപോലെ സൂര്യനിൽ ഒരു ഓട്ടം ഉണ്ടാക്കിയിട്ട് 13 ലക്ഷം ഭൂമി ഇട്ടാണ് സ്ഥലം ബാക്കിയാണെങ്കിൽ ഇതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രം ഉണ്ട് എന്ന് ആര് പറയുന്നു? ശാസ്ത്രം പറയുന്നു. ഇതിന്റെ 10 ഇരട്ടി വലുപ്പം, അതിന്റെ അപ്പുറത്താണ് നരകം. അപ്പൊ പിന്നെ ഈ കണ്ട മനുഷ്യന്മാരെ മുഴുവനും നരകത്തിലേക്ക് ഇട്ടാൽ ഒരിക്കലും സ്ഥലം ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടാവൂല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചുറ്റി വലിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സമിഉൻ വജബത, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുമ്പോ ഒരു വലിയ ശബ്ദം കേട്ടു. ഖാല റസൂലുള്ളാഹി പറഞ്ഞു, അതദറൂന മാ ഹാദാ, നിങ്ങൾ കേട്ട ശബ്ദം എന്താണെന്ന് അറിയുമോ? അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് അറിയില്ല. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, അത് റസൂലുള്ളാഹി പറയാണെന്ന്, ആദാ ഹജറുൻ, അതൊരു കല്ലാണ്, റുമിയ ബിഹി ഫിന്നാർ, നരകത്തിന്റെ വക്കിൽ നിന്ന് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വീണ കല്ലാണ്. നരകത്തിന്റെ വക്കിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന കല്ലാണ്. ആ കല്ല് എന്നാ പോന്നറിയോ? മുൻപ് 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ 882 മീറ്റർ, 1 കിലോമീറ്റർ തയ്യില ബുർജ് ഖലീഫക്ക്, അല്ലെ? ലോകത്തെ ഏറ്റവും വലിയൊരു അമ്പലചുംബിയാണ്. അതിന്റെ മേലക്ക് 1000 മീറ്റർ ഉണ്ടാക്കാനാണ് ആര് ശ്രമിച്ചത്? കുവൈത്ത് ശ്രമിച്ചത്. കുവൈത്തിന്റെ ആൾക്കാരെ ശ്രമിച്ചപ്പോ എന്ത് ചെയ്തു? സൗദി അറേബ്യ 1001 ഉണ്ടാക്കി. അപ്പൊ ദുബായ് ഇനി അതിന്റെ മേലക്ക് ഉണ്ടാക്കാന്ന് കേട്ടപ്പോ 2000 കിലോമീറ്റർ എന്നാ 2000 മീറ്റർ ആണ് 2 കിലോമീറ്റർ. ബുർജ് ഖലീഫന്റെ പകുതി ആൾക്കാരെ താമസിച്ചു, അതിന്റെ മേലക്കാർ താമസിക്കുന്നില്ല, പേടിച്ചിട്ട്. പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? യതതആവലൂന ഫിൽ ബുനിയാൻ, അന്ത്യനാളിന്റെ അടയാളാണ്. ആടിനെ മേച്ച് നടന്നവരും ബതുക്കലുമായിരുന്ന അറബി സമൂഹം കെട്ടിടങ്ങൾ ഉണ്ടാക്കി മത്സരിക്കും. ഈ ഹദീസ് നമ്മൾ പണ്ട് മൗലവിമാരൊക്കെ വായറിഞ്ഞു മാളികപ്പരയാണ്. അല്ല, മാളികപ്പര റസൂലുള്ളാഹിന്റെ കാലത്തും ഇല്ലേ? നബിസ്വല്ലല്ലാഹു മദീനത്ത് വന്നപ്പോ ആദ്യം പാർത്ത വീട് ഏതാ? റസൂലുള്ളാഹിയുടെ കുടുംബക്കാര്. അത് 2ാം തട്ടല്ലേ? മാളികയിൽ നബിക്ക് ഒരുക്കി വെച്ചപ്പോ നബി എനിക്ക് മാളിക വേണ്ട. അപ്പൊ ആ സ്വഹാബി ഭാര്യ മേലെ കയറി. റസൂൽ അപ്പൊ മാളികപ്പര അന്ത്യനാളിന്റെ അടയാളാണെങ്കിൽ റസൂൽ എന്താ പറയണ്ടേ? മാളികപ്പര അന്ത്യനാളിന്റെ അടയാളം, ഞാൻ കേറൂല എന്നല്ലേ? അതല്ല ഇത്. ബുനിയാൻ എന്ന് പറഞ്ഞാൽ തട്ടുമ്പോ ഉണ്ടാക്കാന്ന്, അതാണ് പണി. അത് ആരാ ഉണ്ടാക്കല്? പാശ്ചാത്യം തുടങ്ങിയതാ, ഗ്രീക്കുകാരൻ പഠിപ്പിച്ചതാ. ഓലതൊക്കെ ഒഴിവാക്കി നമ്മളെ ഉമ്മത്ത് മുസ്ലിം അറബികൾ മത്സരിക്കുകയാണ്. ഇനി സൗദി അറേബ്യ 2000 മീറ്റർ നീളമുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കാനുള്ള പണിയാണ്. കാരണം ഇനി അതിന്റെ മേലക്കാരും ആ റെക്കോർഡ് ഭേദിക്കരുത് വിചാരിച്ചിട്ട് ഓരൊക്കെ റൊട്ടിക്കഷത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു കാലം വിദൂരമല്ല. ഖിയാമത്ത് നാളിന്റെ അലാമത്തപ്പെട്ടത്. ഇനി വരുന്ന 10 വർഷങ്ങൾ നിരന്തര യുദ്ധങ്ങളാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് അവസാനം ഇറാഖിൽ ഇന്ന് ഒരു പെൺകുട്ടിയെ തന്റെ വയറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു റൊട്ടിക്ക് വേണ്ടി സ്വന്തം മകളെ വിൽക്കുന്ന സുഖലോത്ഭരായ ഇറാഖികൾ ഷ്യാമുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ആ അവസ്ഥ കുവൈത്തിലും ബഹ്റൈനിലും ദുബായിലും സൗദിയിലും വരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. അതിന്റെ ഒക്കെ ക്ഷീണം ഞമ്മക്കും വരും. ഇവിടെ നമ്മളെ ഈ മന്തിയും അൽഫാമൊക്കെ തീറ്റണ്ടല്ലോ, അതൊക്കെ നോക്കും കുറച്ച് കഴിഞ്ഞാൽ ബേജാറാകണ്ട. അങ്ങനെ നല്ലോണം ഏമ്പളം വിട്ടിങ്ങനെ ഇരിക്കുമ്പോ ഇമാം മഹദി ഇങ്ങനെ വന്നിട്ട് എന്താ പട്ട മക്കളെ റാഹത്തല്ല, നമുക്ക് ദേവത്തടത്തിയാലോ? അങ്ങനെ ഉണ്ടാവില്ല. ഒരു ഭരണാധികാരി ഇല്ലാതെ ആരും ഏറ്റെടുക്കാൻ കഴിയാത്ത വിഷമത്തില് ഇമാം മഹദി റളിയല്ലാഹു അൻഹു വരും. അത് വേറെ വിഷയമാണ്. അന്ത്യനാളെ നമുക്ക് മറ്റൊരു ദിവസം ഇൻഷാ അല്ലാഹ് പറയാം. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, 70 കൊല്ലത്തെ വഴി ദൂരമാണ്, 69 ഇരട്ടിയാണ് ചൂട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നരകാവകാശിയായ ആളുകളുടെ ശരീരത്തിന്റെ വലിപ്പത്ര അറിയങ്ങള്, ശരീരത്തിന്റെ വലിപ്പം അത് ഭയാനകരമായ വലിപ്പമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു മനുഷ്യന്റെ ഷോൾഡറിന്റെ വീതി 3 അയ്യാമിൽ ലിറാഖിബിൽ മുസ്രിഈ, നരകാവകാശിയുടെ ശരീരത്തിലെ ഈ ഷോൾഡറിൽ നിന്ന് ഈ ഷോൾഡറിലേക്ക് ഒരാള് സ്പീഡിൽ ഓടുകയാണെങ്കിൽ, റാഖിബുൽ മുസ്രി എന്ന് പറഞ്ഞാൽ റാഖിബ് പറഞ്ഞാൽ നടക്കുക, മുസ്രി പറഞ്ഞാൽ ധൃതി. അപ്പൊ ധൃതിയിൽ നടക്കുന്ന ഒരാൾ പറഞ്ഞാൽ മാരത്തോൺ ഓട്ടം. അങ്ങനെ ഒരാൾ ഓടുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് അയാള് ഈ ഓടുന്ന 3 ദിവസം ഇവിടെ എത്താനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ. അപ്പൊ എത്രയ്ക്കാണ് ആ ശരീരത്തിന്റെ വലുപ്പം? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മിസ്ല ഉഹദി, ഉഹദ് മലയുടെ അത്രയാണ് അവന്റെ അണപ്പല്ല് എന്നാ.
ഞാൻ ആമുഖത്തിൽ പാടിയ ആ പാട്ട് ഹദീസുകളെ ജമ്മ ചെയ്തുകൊണ്ടുള്ള പാട്ടാണ്. ഇല്ലേ? നരകം എത്ര ഭയാനകരമാണ്. അണപ്പല്ല് ജബലുഹുദോട് സാമ്യവുമുള്ളതാ. അണപ്പല്ല് ജബലുഹുദ്, ഉഹുദ് മലയിൽ അത്ര വലിപ്പമുണ്ടാകുന്ന അത് നിസ്സാരല്ല. ഒരു ഉൾക്കൊള്ള ഒരു പ്രയാസം വേണ്ട. കാരണം എന്താ? ഈ സൂര്യന്റെ വലിപ്പം ഭൂമിന്റെ വലിപ്പം ഞാൻ പറഞ്ഞില്ലേ? കത്തിജ്വലിക്കുന്ന തീക്കുണ്ടാരമായ സൂര്യനിലേക്ക് 13 ലക്ഷം ഭൂമി ഇട്ടാൽ തന്നെ സ്ഥലം ബാക്കിയാണെങ്കിൽ അതിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം ഉണ്ടെന്ന് ശാസ്ത്രം പറയാം. അതിന്റെ അപ്പുറത്താണ് നരകം. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ നരകത്തിന്റെ ശിക്ഷകളും അതിന്റെ വൈവിധ്യങ്ങളും, അവിടെ വസ്ത്രമുണ്ട്, ടാറാണ്, അവിടെ ആഭരണങ്ങളുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്, അവിടെ പാനീയമുണ്ട്, ജ്യൂസ് ഉണ്ട്. സഖൂം, ഇന്ന ശജറത്തി സഖൂം തഅമുൽ ലസീം കൽമുഗ്ലി ഖലീഫിൽ ബുതൂൻ ഖഅല്ലിൽ ഹമീം ഖുദൂ ഫഅതിലു ഇലാ സവാഇൽ ജഹീം സുമ്മ സുബ്ബു ഫൗക റഅസി മിൻ അദാബിൽ ഹമീം. അല്ലേ? ഇത് ശിക്ഷയുടെ വൈവിധ്യമാണ് ആ പറയുന്നത്. പറയുകയാണെങ്കിൽ ഒരുപാട് സമയം ദീർഘമേറി പറയാനുണ്ട്. ഭയാനകരമാണ് നരകം. അതുകൊണ്ട് ആ നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ ഹദീസ് മാത്രം ആ വിഷയത്തിൽ, നരകരക്ഷയ്ക്ക് വേണ്ടി, സ്വർഗമോക്ഷത്തിന് പ്രവേശനത്തിന് വേണ്ടിയുള്ള ഒരൊറ്റ കാര്യം. ഇന്ന ഖുലിക കുല്ലു ഇൻസാൻ മിൻ ബനി ആദമ അലാ സിൻതീന വസലാസീന മഫ്സില. തീർച്ചയായും ആദം സന്തതികളുടെ ഓരോ മനുഷ്യരുടെയും ശരീരം 360 സന്ധികൾ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറയാം 360 സന്ധികൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അയാള് ഫമൻ കബ്ബറല്ലാഹു ഹമിദല്ലാഹു അഹല്ലല്ലാഹു സബ്ബഹല്ലാഹു വസ്തഗ്ഫറല്ലാഹ്. ഒരാള് അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ അയാള് അതിങ്ങനെ അയാള് ജീവിതത്തിൽ എങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ, അയാൾ എങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഓരോ ജോയിന്റുകളും നരകത്തിൽ രക്ഷപ്പെടും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. നരകത്തിൽ അയാൾ പോകൂല. അപ്പോ ഈ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് ഇതൊക്കെ നമ്മൾ വ്യാപിപ്പിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം 70 ഖരീഫ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു നോമ്പ് എടുത്താൽ മതി. തിങ്കൾ വ്യാഴോ അയ്യാമുൽ ബിഅദിലോ അല്ലെ ഒരു നോമ്പ്, സുന്നത്ത് നോമ്പ് ഇടക്കുന്നതിൽ കൊടുത്താൽ 70 കൊല്ലം നരകത്തിന് അയാളെ മുഖത്ത് രക്ഷപ്പെടുത്തും. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹി ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദക കമാ ബൈന സമാഇ വൽ അർള്. ആകാശഭൂമികൾക്കിടയിൽ എത്ര വിടവുണ്ടോ അത്ര വലിയ ഗ്യാപ്പിലുള്ളൊരു കിടങ്ങ് സ്ഥാപിച്ച് അള്ളാഹ് നോമ്പ് നോറ്റിക്കുന്ന അടിമയെ നരകത്തിന് രക്ഷപ്പെടുത്തും. അപ്പൊ നോമ്പ് നരകത്തിന് രക്ഷപ്പെടുത്താനുള്ള സംഗതിയാണ്. മൻ ഹാഫള അലാ സലവാത്തിൽ ഖംസതി റുകൂഇന്ന വസുജൂദഹുന്ന മവാഖിഇന്ന അലാ ഹഖ്ക മിനല്ലാഹി ദഖലൽ ജന്ന. വിശ്വാസം പറയാണെന്ത്? 5 നിസ്കാരം കൃത്യമായ ഒരാൾ പതിവാക്കുക, റുകൂഉം സുജൂദും ഇഅ്തിദാലും ഒക്കെ നല്ല രൂപത്തിൽ ചെയ്താൽ അയാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ്. അതേപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖ നൽകുക. മാ മിൻകും അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബഹു ലൈസ ബൈനഹു വബൈന റഹ്മാൻ. തർജുമാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു പരിഭാഷകനുള്ള അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി വരുന്ന സമയത്ത് അള്ളാഹ് ചോദിക്കുന്നില്ല, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല 4 കാര്യം. അതിലൊന്ന് വൻ മാലിഹി, നിന്റെ സമ്പത്തിനെ പറ്റിയാണ്. മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടുന്നാ ഉണ്ടാക്കി, എവിടെ കൊടുത്തത്, കൊടുത്ത മാർഗ്ഗം ഹലാലാകണം, ഉണ്ടാക്കിയ മാർഗ്ഗം ഹലാലാകണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മൻ തസദ്ദഖ ബിഅദ്ലി തംറ, ഒരാൾ ഒരു ഈത്തപ്പഴയിൽ അത്ര അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയാണ്. കസബത്ത് തയ്യിബാൻ, ഹലാലായ സമ്പത്താണ്. അത് അള്ളാഹു യഖ്ബലുഹാ ബിയമീനി, വലത് കൈ കൊണ്ട് സ്വീകരിക്കും. സുമ്മ യുറബ്ബിഹാ, അള്ളാഹ് അതിനെ വളർത്തിക്കൊണ്ടുവരും. ഹത്താ യകൂന മിസ്ല ഉഹദി, ഒരു വലിയ പർവ്വതം പോലെ, ജബലി പർവ്വതം പോലെ. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ, അതും പള്ളിക്ക് വേണ്ടിയാണെങ്കിലോ, അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, ബൽ മനാ മസ്ജിദ ലില്ലാഹി തആല
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു പള്ളി ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനേക്കാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനെന്ന ഒരു കാക്കക്കൂട ഒരു കൂരാറ്റക്കൂട സുജൂദ് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ എന്താ അതിന്റെ വ്യാഖ്യാനം? പള്ളിന്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ആത്മാർത്ഥമായി കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഭവനം നമുക്ക് കിട്ടും. അതുകൊണ്ട് നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ കടക്കാനും അതേപോലെ തന്നെ നമ്മുടെ മീസാൻ നിറയാനും മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒക്കെ സദഖയും അതുപോലെ തന്നെ സക്കാത്തും ഒക്കെ നമ്മെ സഹായിക്കുന്ന ഇസ്ലാമിലെ ദാനകർമ്മങ്ങളാണ്. അതുകൊണ്ട് ഈ കിട്ടിയ അവസരങ്ങളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ എന്ന് ഒരു ദിവസം രാവിലെ 3 വൈകുന്നേരം 3 ചോദിക്കണം. അല്ലാത്തവർക്ക് സ്വർഗപ്രവേശനവും നരകമോചനവും ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആമുഖത്തിൽ ഞാൻ പറഞ്ഞ ആ നരകം സന്ദർശിച്ചും സ്വർഗം സന്ദർശിച്ചും വന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാചകങ്ങളിൽ നിന്ന് നാം നമ്മുടെ ഈമാനിനെ നിലനിർത്തുക, തഖ്വ നിലനിർത്തുക, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാഭർത്തൃ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും മുഅ്മിനീങ്ങളെയും നരകാഗ്നിയിൽ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെല്ലാം പ്രവേശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്